പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ യേശു എത്ര നല്ലവൻ, യേശു എത്ര വിശ്വസ്തൻ. ആ രണ്ട് കര ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹത്താൽ വിടുതലിനാൽ നന്മ കൊണ്ട് ഓരോ വ്യക്തിയും ഇപ്പോൾ തന്നെ നിറയപ്പെടേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവേ അവിടുന്ന് ഓരോ വ്യക്തിയിലും നൽകിയാണ്. തിരുസാന്നിധ്യം കൊണ്ട് എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണം. ഈ പകലി ആരാധന എല്ലാവർക്കും കർത്താവിൻ്റെ സാന്നിധ്യവും വിടുതലും അനുഭവിക്കുവാൻ കാരണമാകും. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. യേശുവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങിപ്പോകാൻ അനുവദിക്കാതെ യേശുവിൽ ആശ്രയിക്കാം. യേശുവിന് നമുക്ക് വേണ്ടി എപ്പോഴും ഉയർന്ന വഴികളുണ്ട്. ബൈബിൾ says, do not let your heart be troubled, but trust in Jesus. Always remember, Jesus has a better option for each of us. Let's worship the Lord. There is no one else like you. Yeshuvaliyavan, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. സങ്കീർത്തനം 36-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശത്തെ കാണുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓരോ ജീവിതത്തിനും ആ ജീവിതത്തെ പറ്റിയുള്ള വ്യക്തത ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ആ വ്യക്തത ലഭിക്കുവാൻ തൊക്കണം ആ ജീവന്റെ പ്രകാശമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രകാശിപ്പിക്കാൻ അനുവദിക്കുമെങ്കിൽ ഈ നാളുകളിൽ വ്യക്തതയോടെ അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. കാരണം അവൻ ജീവന്റെ ഉറവാകുന്ന ദൈവമാണ്. എല്ലാ സമസ്ത മേഖലകളിലും യേശുവിന്റെ ആ ജീവൻ അനുഭവിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു അറിയിച്ചിരിക്കുന്ന ഒരു പ്രൈസ് റിപ്പോർട്ടാണ്. സഹോദരിക്ക് USA ജോലി ലഭിക്കേണ്ടതിന് പ്രത്യേക ഒരു പ്രാർത്ഥന വിഷയം ഇവിടെ അറിയിച്ചിരുന്നു. കേരളയിലുള്ള കുടുംബാംഗങ്ങളെല്ലാം ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ദൈവം അത്ഭുത വഴികൾ തുറന്നു. USA ലഭിക്കേണ്ട ജോലി ലഭിച്ചു എന്നുള്ളത് അഞ്ജു അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് സഹോദരിക്ക് അത് ലഭിക്കേണ്ടതിന് പ്രാർത്ഥന യോജിച്ചിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം നീണ്ടേറിയിൽ നിന്ന് മോളി എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരുന്നു, മകള് ദുബായിലാണ്, അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ മാതാവ് ഇന്നലെ വിളിച്ചു പറഞ്ഞു, മോള് നല്ല ഉന്നത നിലവാരത്തിൽ പാസ്സായി എന്ന്. വിടുതലിന്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ UK സിനി ഷാജി വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, വിസ സംബന്ധമായി വളരെയധികം പ്രയാസങ്ങളായിരുന്നു. പ്രാർത്ഥിക്കുന്ന കാലത്തിൽ പ്രാർത്ഥിച്ചു, യേശു അത്ഭുതം പ്രവർത്തിച്ചു, വിസ ലഭിച്ചു, അല്ലെങ്കിൽ നാട്ടിൽ വരണമായിരുന്നു എന്ന് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചതിൻ്റെ വിഷയത്തിന്മേൽ യേശു ഇറങ്ങി മറുപടി നൽകിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രേംകേലയിൽ എല്ലാ ദിവസവും അവർ പങ്കെടുക്കുന്നു. ഇന്ന് അത് അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ അനുഗ്രഹമാണെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് UK ഇത് സിനി അറിയിച്ചിരിക്കുന്നു. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ നമ്മളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥന വരിക, 10 മുതലുള്ള സമയത്ത് നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഉപവാസ പ്രാർത്ഥന വരിക. അപ്പം പല രാജ്യങ്ങളിൽ നിന്ന് അവരെ അറിയിച്ചിരിക്കുന്നത് അവർ നമ്മളോടൊപ്പം ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ സിനി ഷാജി ഇവര് നാട്ടിൽ കുറച്ച് നാൾ മുമ്പ് വന്നായിരുന്നു. അപ്പം പ്രേംകേലയിൽ ഇവിടെ നേരിട്ട് കടന്നു വരികയും കുറച്ച് നേരം നമ്മളോടൊപ്പം ഇന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അനേകം നമ്മുടെ പ്രിയപ്പെട്ട ലോകത്തിന് വിവിധ രാജ്യങ്ങളായിരിക്കുന്നവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ പ്രേംകേലയിൽ അവർ വന്ന് പോകുന്നു. ആ സന്തോഷ വാർത്തയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം വലിയ ദൈവം, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞത്, നമ്മുടെ ഒരു വിഷയത്തിനകത്ത് നമ്മൾ ഭാരപ്പെട്ടിരിക്കേണ്ട, യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തീർച്ചയായിട്ടും ബ്രദറെ, ഒരു കോഴിക്കോട് നിന്ന് മേഘ എന്ന് പറഞ്ഞ സഹോദരി അറിയിച്ചിരിക്കുന്നത് ഒരു അത്ഭുത വിടുതലാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പിതാവിന് നടുവേദനയും ശരീരവേദനയും ചുമയൊക്കെ ആയപ്പോൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് പ്രാർത്ഥിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ ബന്ധുവിൻ്റെ 12 വയസ്സുള്ള കുഞ്ഞിന് കരളിന് അസുഖം വന്ന് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. അപ്പം
എന്താണെന്ന് അറിയാൻ മേലാതെ ഇരുന്നപ്പോഴാണ് ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞെന്ന് അവർ എഴുതിയിരിക്കുന്നത്. ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കുന്ന കാലത്ത് പ്രാർത്ഥിച്ചു, ദൈവം പൂർണ്ണ വിടുതൽ കൊടുത്തു, നന്ദി അറിയിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ കർത്താവ് കൈ വിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമായ കർത്താവ് തീർച്ചയായിട്ടും ഏത് വിഷയം അങ്ങോട്ട് ഏൽപ്പിച്ചാലും അവന് പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കും. യേശുവിന്റെ പക്കൽ സമൃദ്ധിയായ ജീവന്റെ ഉറവുണ്ട്. തീർച്ചയായിട്ടും ആ വചനം അത് അപ്രകാരം തന്നെയാണ് പറയുന്നത്. ആ ജീവൻ നൽകുവാൻ തക്കവണ്ണം ഏത് കാര്യത്തിലാണേലും അതിനെ ജീവിപ്പിക്കാൻ തക്കവണ്ണം ശേഷിയുള്ളവനായ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ബിനു തിരുവല്ലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന മക്കൾക്ക് എക്സാം ആണ്. ഹസ്ബൻഡ് മദ്യപാനിയാണ്. പ്രത്യേകം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോർജ് എന്ന സഹോദരൻ തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു മകന്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ വിളിച്ചു പറഞ്ഞു വളരെ സുഖമായിട്ട് നാട്ടിൽ തിരിച്ചെത്തി. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ പ്രാർത്ഥന വിഷയം പറഞ്ഞിരിക്കുന്നത് ഇളയ മകന്റെ ജോലിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചു. അനേകം മറുപടികൾ നമുക്ക് ഇതിന് പ്രാർത്ഥനയുടെ മറുപടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് തോമസ് കുട്ടി അടുത്തുവായെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഭാര്യയ്ക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. അവർ വളരെയധികം ഭാരപ്പെട്ടു. പക്ഷേ അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് പ്രേം കേലയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നതായിരിക്കുന്നു. പക്ഷേ അവർ ചെയ്ത കാര്യം പ്രേം കേലയിലും ആ വിഷയത്തിന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ബയോപ്സിക്ക് അത് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പറയുന്നത് അതിൻ്റെ റിസൾട്ട് വന്നു. വളരെയധികം ഭാരത്തോടുകൂടിയാണ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. പക്ഷേ റിസൾട്ട് വന്നു, എല്ലാം നോർമൽ എന്നുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പ്രേംകേലയിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. അവർ പറഞ്ഞു യേശുവാണ് ഇറങ്ങി വന്ന് ഭാര്യയ്ക്ക് സൗഖ്യം തന്നതെന്ന് അവർ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രേംകേലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അനേകം ടെലിഫോൺ കോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ ഇതിനകത്ത് വന്നതിനകത്ത് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ മറുപടി, വലിയ അത്ഭുതം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് ഷായിച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാമത്തിൽ കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഇന്ന് കർത്താവെ പ്രഭാതത്തിൽ കേട്ട് ഓരോ വീട്ടിലും അങ്ങോട്ട് നന്ദി പറയുന്നതിനൊപ്പം കർത്താവെ അനേകം വിഷയങ്ങളാൽ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനേകം ആൾക്കാരുണ്ടല്ലോ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ അവരായിരിക്കുന്ന അവസരത്തിൽ നിന്നും രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ, കടഭാരങ്ങൾ വിട്ടുമാറട്ടെ കർത്താവെ. ഓരോ ഭവനങ്ങളിൽ ദൈവിക സമാധാനം ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കുടുംബാംഗങ്ങളും ചേർന്ന് എല്ലാ മഹത്വവും ഒരിക്കൽ കൂടെ എല്ലാ മഹത്വവും ഉയർത്തി ഈ സന്ദർഭത്തിൽ എല്ലാ മഹത്വവും ഓരോ വിഷയത്തിനു വേണ്ടി അനേക ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതകരമായ വിടുതൽ ആ ജീവിതങ്ങൾക്ക് നൽകി കൊടുക്കുന്നു. ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ
തുടർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബാംഗത്തോടും യേശുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. സിനിബ്രദറെ, ഇങ്ങനെ ടെലിഫോൺ ലൈനിൽ നല്ല തിരക്കാണ്, കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലർ പറയുന്നുണ്ട് ചില സമയത്ത് വിളിച്ച് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ വിട്ടിരുന്നത് വളരെ സന്തോഷമാണ്. കാര്യം അവരുടെ വിഷയങ്ങൾ തുറന്നു പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. അത് മാത്രമല്ല സാമ്പ്രദായം, നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല, ലോകരാജ്യങ്ങളിലെ നമ്മുടെ ബ്രെയിൻകേല കുടുംബങ്ങളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന വന്നെത്തി. വന്നു കഴിഞ്ഞു രാവിലെ 10:30 മുതൽ തീർച്ചയായിട്ടും ലോകത്തിൽ എവിടെല്ലാം ആരെല്ലാം കാത്തിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അതിൻ്റെ കാരണം അവർ പറയുന്നതിൻ്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിബ്രദർ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവ് ജീവിതങ്ങൾക്ക് നൽകുന്നു. അതിലെല്ലാം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാളും ഒരു വ്യക്തികൾ സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വസിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ, അവരുടെ ഭവനത്തിൻ്റെ, അവരുടെ വരുമാന മാർഗങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഹൃദയം അതിയായി സന്തോഷിക്കുക. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരം വീണ്ടും ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. He will raise up the fallen tabernacles of David. ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ അന്നാളിൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. So we are in an exciting time like never before, where you and I experience the power, the presence and the providence of the Holy Spirit. നമ്മൾ എത്ര ശ്രേഷ്ഠമായ അതിശയം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് തന്റെ വലിയ സാന്നിധ്യവും വലിയ ശക്തിയും വലിയ കരുതലുകൾ ജീവിതങ്ങളിൽ നൽകി യേശുവിന്റെ നാമനിമിത്തം ജീവിതങ്ങളെ വിടുവിക്കുന്നു. സിനിബ്രദറെ, ഇത് ഓമൻ എന്ന് പറയുന്ന ഒരാള് ചെന്നിത്തല, മാവേലിക്കരയ്ക്ക് അടുത്ത് ചെന്നിത്തല 3 വർഷമായിട്ട് ഒരു അമ്മച്ചിയുടെ നടു നിവരാതിരുന്നു. 3 വർഷമായി നടു നിവരാതിരുന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രെയിൻകേളയിൽ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചിയുടെ വെള്ളം ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ച വെള്ളം എടുത്ത് അമ്മച്ചിയുടെ തല കഴുകി. വീണ്ടും പ്രാർത്ഥിച്ച എണ്ണയെടുത്ത് അമ്മച്ചിയുടെ തലയെ തേച്ചു. ഇനി സംഭവിച്ചത് കേട്ടോ, യേശു അത്ഭുതം പ്രവർത്തിച്ചു. അമ്മച്ചി കുനിഞ്ഞിരിക്കുകയായിരുന്നു, നടു നിവരാതായിട്ട് 3 വർഷമായി. അമ്മച്ചി ഇന്ന് എഴുന്നേറ്റ് നിവർന്നിരുന്ന് ആഹാരം കഴിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. ഇത് എന്റെ വാക്കല്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവരുടെ വാക്ക്. അങ്ങനെ തന്നെ നമ്മൾ എന്ത് സംസാരിക്കുന്നു അത് തന്നെ ഞങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടുതലും ഒക്കെ കുറഞ്ഞു പോകും എന്നുള്ളതിൽ, പക്ഷെ എങ്കിലും അത് തന്നെ നമ്മൾ എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം, യേശുവിൻ്റെ സ്പർശനം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. ഇത് ഒരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല സിനിബ്രദർ, എത്രയോ ആയിരങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യവും വിടുതലും. ഇന്നലെ ഒരു വാത്സല്യ പിതാവ് ആലുവയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് 100 വാക്കുകൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം ദൈവ സാന്നിധ്യം, പ്രവഹിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ഒരു പിതാവ്. അപ്പോൾ അദ്ദേഹം വലിയ ക്ലേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നടുവിൽ ദൈവ സാന്നിധ്യം. ഈ പകൽ what more we need but the Spirit of the Lord, the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ലാതെ നമുക്ക് എന്താ വേണ്ടുന്നത് പ്രിയമുള്ളവരെ? ഈ സന്ദർഭത്തിൽ 2 കരങ്ങളും ഉയർത്തി ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായി, പരിശുദ്ധാത്മാവേ അവിടുത്തെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. കുടുംബാംഗങ്ങൾ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സിനിബ്രദർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ.
അങ്ങ് ജീവിതങ്ങൾക്ക് കൊടുക്കുന്ന വിടുതലിനും സൗഖ്യത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമല്ലോ. ഇന്ന് പ്രഭാതത്തിൽ രോഗികളായവരെ അങ്ങ് സൗഖ്യമാകുമല്ലോ. കുഞ്ഞിരിക്കുന്നവരെ അങ്ങ് നിവർത്തുന്നല്ലോ. അതിനായി ഞങ്ങൾ നന്ദി പറയാണ് കർത്താവേ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ വലിയ പ്രവാഹം അവരുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവ്, നിന്റെ നിറവിനാൽ ഓരോരുത്തരും നിറഞ്ഞു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഓരോരുത്തരെയും നിറച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രഭാതത്തിൽ അനേകം വിഷയങ്ങളാണ്, പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിടുതലിൻ്റെ റിപ്പോർട്ട് ഒപ്പം വരുന്നതിനൊപ്പം തന്നെ അനേകം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വിടുതലിനൊപ്പം തന്നെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മിനി എന്നുള്ള സഹോദരി എറണാകുളം അറിയിച്ചിരിക്കുന്നു, തന്നെ 4 വയസ്സുള്ള കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ കുറവുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. കൂടാതെ 20 ലക്ഷം രൂപ കടത്തിന് വേണ്ടി അവർ ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് സാങ്ഷൻ ആകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അറിയിച്ചിട്ടുണ്ട്. റോസം എന്ന സഹോദരി അയിരൂന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സുമതിക്ക് ക്യാൻസർ ആണ്. അതുപോലെ അവരുടെ പള്ളിയിൽ വരുന്നൊരു കുട്ടി 1.5 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ. അതുപോലെ അനിൽകുമാർ കഴുത്തിൽ ക്യാൻസർ ആണ്. അനിലിന്റെ ഭാര്യയ്ക്ക് ഹാർട്ടിന്റെ വാൽവ് പ്രോബ്ലം ആണ്. ഈ വിഷയങ്ങൾക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. കുഞ്ഞമ്മ അബ്രഹാം കോഴഞ്ചേരിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. 30ഓളം റേഡിയേഷൻ കഴിഞ്ഞു. ദേഹത്തിന് തീരെ ബലമില്ല. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഷീല എറണാകുളം ട്രിവാൻഡ്രം അറിയിച്ചിരിക്കുന്നു. 40 വയസ്സുണ്ട്, ഇതുവരെ ജോലി ലഭിച്ചിട്ടില്ല, വിവാഹം നടന്നിട്ടില്ല, വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ത്രേസ്യ മറാന്നി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സഹോദരിയുടെ മകന് വയറ്റിൽ ക്യാൻസർ ആണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ അവര് കാലിന്റെ വേദന വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് പൂർണ്ണമായിട്ട് മാറി എന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് കട്ടപ്പനയിൽ നിന്ന് സജിമോൻ അറിയിച്ചിരിക്കുന്നത് കുടലിൽ ക്യാൻസർ ആണ്, നട്ടലിന് തേയ്മാനമുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വത്സ കോട്ടെന്ന് അറിയിച്ചിരിക്കുന്നു. മകൻ ഓസ്ട്രേലിയ MRCP എക്സാമിന് വേണ്ടി വിജയിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്നാറി എന്ന് ശോശാമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ കൊച്ചുമകൻ എക്സാം ആണ്. അതുപോലെ ആംഗ്ലയുടെ മകന് ബിസിനസ് ഉണ്ട്, അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് മിസ്റ്റർ ജേക്കബ് അറിയിച്ചിരിക്കുന്നത് ക്യാൻസർ 6 കീമോളം കഴിഞ്ഞു, പെറ്റ് സ്കാൻ ചെയ്യുന്നു, പൂർണ്ണ സൗഖ്യം ലഭിക്കണം, സംസാരം ക്ലിയർ അല്ല, സ്ട്രോക്ക് വന്നതാണ് എന്നുള്ള അറിയിച്ചിരിക്കുന്നു. അനേകം വിഷയങ്ങൾ നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, ക്യാൻസറാൽ ഭാരപ്പെടുന്ന അനേകം വിഷയങ്ങൾ, ജോലി ലഭിക്കേണ്ടതിന്, എക്സാം പാസ്സാകുന്നതിന് വേണ്ടി അനേകം വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അജിത് ബ്രദർ പ്രാർത്ഥിച്ചു. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, രാവിലെ കാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വന്നണയുന്നു പിതാവേ. കർത്താവേ, അങ്ങയുടെ ദൈവിക സാന്നിധ്യം കർത്താവേ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങളിന്മേൽ ഇറങ്ങേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക സൗഖ്യം കർത്താവേ, ആ തികഞ്ഞ ദൈവിക സൗഖ്യം ആ ജീവിതങ്ങളിന്മേൽ നീ പകരുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദൈവിക സാന്നിധ്യം കർത്താവേ അവരെ പൊതിയുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ആവശ്യങ്ങളിന്മേല കർത്താവേ നീ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. We worship you, our Lord. You are worthy to be praised. We worship. ഇന്ന് 10:30 മുതൽ വീണ്ടും ഇതേ ചാനലിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നിച്ചു വരുന്നു. 2 മണിക്കൂർ സമയം യേശുവിൻ്റെ വലിയ മഹത്വവും വിടുതലും കൃപയും അനുഭവിപ്പാൻ നമുക്കെല്ലാവർക്കും ഇവിടെയാകട്ടെ. അനേക സ്ഥലങ്ങളിൽ ആളുകൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞ അയൽപക്കാരെയും സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഓരോരുത്തരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ടെലഫോണുകൾ പലർക്കും വിളിച്ചാൽ ലഭിക്കുന്നില്ലെന്നുള്ള വലിയ പരാതിയുണ്ട്. 2 പുതിയ നമ്പറുകളൂടെ ഇന്ന് മുതൽ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതും താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. അജിതയാണ് ഇത് നമ്മെ അറിയിക്കുന്നത്. വീട് പണി പൂർത്തിയാകാതെ നാളുകളായിട്ട് വിഷമിക്കുകയായിരുന്നു. ഷേർലിയാണ് എറണാകുളത്തു നിന്ന് അറിയിക്കുന്നത്. ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചത് വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ കർത്താവ് ഇടയാക്കി. മകൾക്ക് ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാനും നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഇനി കസിൻ മോളി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ആഗ്രഹിച്ച ശമ്പളത്തിൽ ആഗ്രഹിച്ച ജോലി ലഭിച്ചു. ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സന്ദർഭത്തിൽ 2 കരങ്ങളും ഉയർത്തി
ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. വിശിഷ്യ രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായി രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ രോഗത്താൽ വിഷമിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ അടിപ്പിണരുകളാൽ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഞങ്ങൾക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. ആ വന്നു കഴിഞ്ഞ സൗഖ്യത്തെ അവിടുന്ന് പകർന്നിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിലപ്പെട്ട ജീവിതങ്ങളുടെ ശരീരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഈ ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. Lord, I bring the healing of Jesus over to the bodies of these precious ones in Jesus' mighty name. And I declare in Jesus' name that be healed in Jesus' name. Be healed in Jesus' name. Be made whole in Jesus' name. യേശുവിൻ നാമത്തിൽ അവർ പൂർണ്ണമാകട്ടെ, സൗഖ്യമാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ. സമ്പ്രദായ നമ്മുടെ ബ്രെയിനുകളിൽ വളരെ അനുഗ്രഹത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്ന ഓരോരുത്തരും പറയുന്നത് യേശുവിൻ്റെ സ്പർശനം അതിന് അനുഭവിക്കാൻ കഴിയുന്നുവെന്ന്. അതുമാത്രമല്ല, നമ്മളെ ഇടയിൽ നമുക്ക് ദൈവം തന്നെ അനേകം അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ബ്രെയിൻകാലിൽ പറയുന്ന ഓരോ വചനം അത് എന്നോടാണ് സംസാരിക്കുക, എനിക്ക് വേണ്ടിയാണ് ദൈവം അത് സംസാരിച്ചെന്ന് അനേകർ പറയുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. എറണാകുളത്ത് ടെലഫോൺസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പറയുന്ന വാക്കുകൾ ഹൃദയത്തിനകത്തോട്ട് അങ്ങ് കയറി പതിയുക. അപ്പോൾ ജോലി അതിപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഈ BSNL വേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ആ രാവിലെ കേൾക്കുന്ന വചനം എൻ്റെ തലയ്ക്കകത്ത് പോലും ഭയങ്കര വെളിച്ചവും. നേരത്തെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, ഭയങ്കര ടെൻഷന്, ശരിയാകത്തില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞു ജോലിയിൽ കാര്യക്ഷമതയും കൂടി. എത്രയും പേരുടെ സാക്ഷ്യം ഇന്ന് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. നമ്മുടെ പ്രിയ ബിനു വലിയ തീക്ഷ്ണമായ ഒരു അഗ്നി പരിശോധനയിലൂടെ അവർ കടന്നുപോയി. എങ്കിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അവരോട് കൂടെ ഇരുന്നു, ആ കുടുംബത്തോട് കൂടെ ഇരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരെ മറച്ച് ഇന്ന് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലോചന തീർച്ചയായിട്ടും ബിനുവിൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിനുവിനെ ഞാൻ അതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സാമങ്ങളെ. ഇന്നത്തെ വചനത്തിന് വേണ്ടി എൻ്റെ കൈ ദൈവം തന്നത് യെശയ്യാവിൻ്റെ അധ്യായം 43-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. കർത്താവ് നമ്മളോട് പറയാം, ഭയപ്പെടേണ്ട. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ ഇംഗ്ലീഷിൽ. Book of Isaiah chapter 43 verses 1 and 2. But now, thus says the Lord who created you, O Jacob, and he who formed you, O Israel, fear not, for I have redeemed you. I have called you by your name. You are mine. Oh, hallelujah. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. Fear not, for I have redeemed you. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. I have called you by your name. നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. കർത്താവ് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ കർത്താവ് നമുക്ക് ഉറപ്പ് തരുമ്പോൾ അതിന്റെ അടുത്ത 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാലും വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത്ര ഉറപ്പ് തരുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. കർത്താവിനോട് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഭയപ്പെടേണ്ട. ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഞാൻ പറയാ, ഉറപ്പായിട്ടും പറയാ, ഭയപ്പെടേണ്ട. കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേർ അറിയാൻ, നമ്മുടെ നെയിം അറിയാൻ, എന്റെ പേരറിയാവുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. ആ കർത്താവ് പറയാം, നീ നദിയിൽ കൂടി നടന്നാൽ അതിനെ കവിയുകയില്ല, തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത്രയും ഉറപ്പുള്ള ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, എൻ്റെ അമ്മമാർ, എൻ്റെ അപ്പന്മാർ, എൻ്റെ എല്ലാവരോടും ഞാൻ പറയുന്നു, ഭയപ്പെടേണ്ട, യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ പേർ ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇത്ര നല്ലൊരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. നമ്മൾ എന്ത് പ്രശ്നം തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത്ര നല്ല കർത്താവിനെ അങ്ങനെ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യേശുവേ. ചേർന്ന് പാടിയാട്ട്, യേശുവേ, യേശുവേ, അങ്ങ് ആരിലും വലിയവൻ,
through the rivers, they shall not overflow you. And when you walk through the fire, you shall not be burned, nor shall the flames scorch you. He who knows your name, he who has redeemed you, he will not let you to be consumed by the fire that you experience even now. ഇപ്പോൾ താങ്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ തീച്ചൂള താങ്കളെ ദഹിപ്പിച്ചു കളയുവാൻ അനുവദിക്കാത്ത നമ്മുടെ ഓരോരുത്തരുടെ പേരറിയാവുന്ന ഈ യേശു എത്ര നല്ലവൻ. ചേർന്ന് പാടുവോ? അങ്ങനെയെങ്കിൽ ബിനുവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത്, ഇന്ന് തീച്ചൂളയിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പെരുവെള്ളത്തിനകത്ത് മുങ്ങി താണുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറ്റം പറയാനാണെങ്കിൽ, ന്യായം വിധിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അപ്പൊ നമുക്ക് ആ വസ്തുതകൾ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. നമുക്ക് അതിനകത്തുനിന്ന് പൊക്കിയെടുക്കാൻ കഴിയുന്ന തീച്ചൂളയ്ക്കകത്തു നിന്ന് സംരക്ഷണം നൽകാൻ കഴിയുന്ന ഈ യേശുവിനെ നമുക്ക് ശ്രദ്ധിക്കാം. Come on, what went wrong എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. മുമ്പോട്ടുള്ള ജീവിതത്തിൽ അത് വരാതിരിക്കാൻ ഇടയാകും. പക്ഷേ ഇനി അതിൻ്റെ നൂലാമാലകളും വിശദാംശങ്ങളും എല്ലാം കൂടെ തപ്പിയെടുത്ത് വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ആയുസ് പോയി കിട്ടും. അതിലും നല്ലത് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവെ പ്രേയിങ് കേരളയിൽ എന്നോട് നീ സംസാരിക്കുന്ന ഈ വചനം എന്താ? തീച്ചൂള എന്നെ ദഹിപ്പിച്ച് കളയാതെ എന്നെ സൂക്ഷിക്കുന്ന എൻ്റെ യേശുവിനെ എനിക്ക് വേണം. എൻ്റെ പേരറിയാവുന്ന യേശുവിനെ. പിന്നെ ഇന്ന് ഈ അത്ഭുതം ഇവിടെ അനേകരിൽ സംഭവിക്കല്ലേ? നമ്മിൽ സംഭവിച്ചെങ്കിൽ അനേകരിൽ സംഭവിക്കും. ആ വചനത്തിന്റെ ശക്തി എന്നിൽ തന്നെ ഞാനും അനുഭവിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. എന്നെ പേരറിയുന്ന എന്നെ വീണ്ടെടുത്തൊരു കർത്താവ് എനിക്കുള്ളത്. കർത്താവ് എന്നോട് പറയാം, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. Come on, തമ്മിൽ പറഞ്ഞേ, ഭയപ്പെടേണ്ട. ആ ആന്റിയോടും ആ അങ്കിളിനോടും ആ പിതാവിനോടും ആ മാതാവിനോടും ആ യുവാവിനോടും ആ യുവതിയോടും ആ ആൺകുഞ്ഞിനോടും ആ പെൺകുഞ്ഞിനോടും ദൈവവചനത്തിൽ ഞങ്ങൾ ഉറപ്പായി പറയട്ടെ, ഭയപ്പെടേണ്ടെന്ന് നമ്മെ സൃഷ്ടിച്ച, സകലത്തെ സൃഷ്ടിച്ച ദൈവം നമ്മളോട് പറയുന്നത്, യേശു നമ്മോട് പറയുന്നെങ്കിൽ ഈ പകൽ എനിക്ക് സന്തോഷിക്കാൻ ഏറെയുണ്ട്, എനിക്ക് ഉല്ലസിക്കാൻ ഏറെയുണ്ട്, എനിക്ക് ബലത്തോടെ എഴുന്നേൽക്കാൻ ഏറെയുണ്ട്. ഈ പകൽ ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ. ആയവൻ എൻ്റെ യേശു, എൻ്റെ യേശു എത്ര നല്ലവൻ, യേശു എന്നും മതിയായ. Chapter 43 verse 1. The latter part, fear not, for I have redeemed you. I have called you by your name. You are mine. And verse number 2, when you pass through the waters, I will be with you. And through the rivers, they shall not overflow you. When you walk through the fire, you shall not be consumed or burned. What a wonderful promise of the living God who created everything. സകലത്തെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ എത്ര വലിയ ഉറപ്പ. ആകയാൽ ഇന്ന് പകൽ ഇതുവരെ നമ്മെ വിഷമിപ്പിച്ചിരുന്ന, നമ്മെ ചിന്തിപ്പിച്ചിരുന്ന, നമ്മെ നിരാശപ്പെടുത്തിയിരുന്ന, നമ്മെ വേവലാതപ്പെടുത്തിയിരുന്ന, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന ആ ഭയത്തെ, ആ ഭയത്തിന്റെ ശക്തികളെ നമ്മൾ ഇന്ന് പകൽ ദൂരേക്ക് വലിച്ചെറിയുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, കമോൺ, ഞാൻ ഇന്ന് മുതൽ സ്വതന്ത്രനാകുക, ഞാൻ ഇന്ന് മുതൽ സ്വതന്ത്രയാകുക. എങ്ങനെ
യേശുവിലും അവന്റെ വചനത്താലും ഞാൻ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. സിനിമ പ്രാർത്ഥിക്കാൻ പോകുക. യേശു വലിയ വിടുതലുകൾ. കമോ ആ രണ്ട് കരങ്ങളും നെഞ്ചത്തോട്ട് വെച്ചാട്ടെ. കമോ കമോൺ കമോൺ. രണ്ട് കരങ്ങളും മാർവോട് ചേർത്ത് വെച്ചിട്ട് യേശുവിന്റെ സന്നിധിയിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ആ ഭയത്തിന്റെ ശക്തികൾ, spirit of fear and intimidation must run away from you, beloved, because God has a divine destiny for you. നിനക്ക് വേണ്ടി ദൈവത്തിന് ഒരു വലിയ സ്ഥലം കരുതിയിട്ടുണ്ട്, ഒരു ഭാവിയുണ്ട്. ഇന്ന് പകൽ ആ ഭാവിയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഭയത്തിന്റെ ആത്മാവിന്റെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തു വന്ന് യേശുവിന്റെ വിടുതലോടെ നമുക്ക് അവിടെ എത്തിച്ചേരാം. കമോ രണ്ട് കരങ്ങളും മാർവിൽ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ബിനുവിലൂടെ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയും കർത്താവെ തകരുന്ന അനുഭവങ്ങളിലൂടെയും കർത്താവെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, ഭയപ്പെടേണ്ട എന്ന്. അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും പേരറിയുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെള്ളത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കർത്താവെ, തീയിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ് കർത്താവരുടെ ജീവിതത്തിലുള്ളത്. എങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത് ആ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങിപ്പോകയില്ലെന്നും ആ തീ കർത്താവ് ഞങ്ങളെ ദഹിപ്പിക്കുകയില്ലെന്നുമാണല്ലോ. ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വിടുതലും അനുഗ്രഹവും നന്മയും ഓരോരുത്തരെയും ജീവിതത്തിന്മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, അത് അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തോട് വ്യക്തിപരമായി കർത്താവിനുള്ള ഇന്നത്തെ ആലോചനയായിരുന്നു. ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാം, എങ്കിലും ധൈര്യപ്പെടുത്തി മുൻപോട്ട് പോകുന്ന നമ്മുടെ ഭാവിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നമുക്ക് ശുഭഭാവി നൽകുന്ന ഈ യേശു എത്ര നല്ലവൻ. ചേർന്ന് പാടാം, എത്ര നമുക്ക് മൂന്ന് പേർക്ക് കരങ്ങൾ കോർത്ത് പിടിച്ച് നമുക്കൊന്നിച്ച കരങ്ങളെ ഉയർത്തി നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നമുക്കൊന്നിച്ച് ഇതേ വാചകം ചേർന്ന് എന്റെ യേശു എത്ര നല്ലവൻ, യേശു എന്നും എന്നും മതിയായവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യം, ശോകവേളയിൽ ആശ്വാസവിൻ, കൊടും വെയിലതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അനേക ഭവനങ്ങളിൽ അവിടുത്തെ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് മദ്യപിക്കുന്നത് നിമിത്തം ആ ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുമായിട്ടും മറ്റും വളരെയധികം വിഷമിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ബ്രെയിൻ കേരളയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരുടെ വാക്കുകൾ കേട്ടാൽ മതി, ഇത് ഞാൻ അങ്ങ് ചത്താ മതിയായിരുന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം അവർ കാട്ടിക്കൂട്ടി വെക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. ബ്രെയിൻ കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ജീവിതങ്ങളെ കർത്താവ് മാത്രമേ, യേശുവിന് മാത്രമേ ഒരു ജീവിതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയുള്ളൂ. സൈക്കോളജി, സൈക്യാട്രിയും ആധുനിക ശാസ്ത്രത്തിന് കഴിയത്തില്ല. ആധുനിക ശാസ്ത്രം പറയുന്നു, എൻ്റെ കയ്യിൽ തെളിവുകൾ ഉള്ള ബുക്കുകൾ എൻ്റെ പക്കലുണ്ട്,
എത്ര ബൗദ്ധികമായി ശ്രമിച്ചാലും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഈ വ്യക്തി തിരിച്ച് അതിലേക്ക് തന്നെ കടന്നു വരും. കാരണം അത് അവരുടെ ബ്ലഡിൽ നിന്ന് പോകുന്നില്ല. പക്ഷെ ബൈബിൾ വ്യക്തമാക്കുന്നു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രൻ. തലച്ചോറിനകത്ത് നഗ്ന ചിത്രങ്ങൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അടുത്ത സമയത്തോ കണ്ടത് നമ്മുടെ തലച്ചോറിനെ മഥിക്കുന്ന സ്ഥിതിയിൽ ആകെ ഭ്രാന്ത്, ശരീരം മുഴുവൻ തിളച്ച് എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ എന്തും ചെയ്യാൻ പുറപ്പെടുന്ന രീതിയിലാകുന്ന ജീവിതങ്ങൾ. യേശുവിൻ്റെ സ്വാതന്ത്ര്യം വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ആ വേണ്ടാത്ത ഇമേജുകൾ മുഴുവൻ കർത്താവ് മാറ്റിത്തരുവാൻ വിശ്വസ്തന്. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, അത്ഭുതകരമായ സൗഖ്യം. ഏതു വിഷയത്തിൻ്റെ മേലുള്ള അടിമത്തമാകട്ടെ. ചിലപ്പോൾ ചിലർ ഫോണിനാണ് അടിമ. കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മകളുടെ വിവാഹം ഉറച്ചിരിക്കുക, നല്ല വിദ്യാഭ്യാസമുള്ളൊരു കൊച്ചം. അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. അവരുമായിട്ട് എപ്പോഴും അങ്ങ് ഫോണിൽ സംസാരമാണ്. നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, വേണ്ടാത്ത കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. പക്ഷെ രാത്രിയിൽ വളരെ ലേറ്റായിട്ട് ഈ ഫോൺ നിർത്തുന്നില്ല. അപ്പോൾ ഫോണിന് അവരങ്ങ് അടിമയായി. പലരും ഇൻ്റർനെറ്റിന് അടിമകളായി പോയി. അവർക്കതില്ലാതെ ചിലർ പറയാറുണ്ട്, ബ്രദറെ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ അറിയാതെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. ആ മൗസ് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി, പോകുന്നത് വേണ്ടാത്ത സൈറ്റുകളിലേക്ക്. സോ നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സ്വാതന്ത്ര്യം. ആ രണ്ട് കരങ്ങളും നമ്മളുടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ യൗവന തലമുറ മാത്രമല്ല, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ വിഷയത്തിൽ ആയിരങ്ങൾ വിഷമിക്കുന്നുണ്ട്. വീഡിയോ ഗെയിംസിന് അടിമകളായി, മാനസിക രോഗികളായി ചികിത്സയിലൂടെ കടന്നു പോകുന്ന അനേക യുവാക്കന്മാരുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അറിയുന്ന വിഷയങ്ങളാകിയാൽ, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുള്ള വിഷയങ്ങളാകിയാൽ, താങ്കളുടെ അറിവിൽ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ വിഷമത്തിലൂടെ പോകുന്നെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനായി, ഇല്ല എൻ്റെ കുടുംബത്തിൽ ആർക്കും ഒരു കുഴപ്പവുമില്ല, പക്ഷെ മറ്റേതോ ഒരു വീട്ടിൽ ജീവിതങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ അടയാളമായി ആ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് വിഷയത്തിലുള്ള അടിമത്തമാണെങ്കിലും അത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് മുറിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. കെടുതികളും നാശങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി വെക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശു അവിടുന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ ജീവനിലേക്ക് യേശുവിൽ വിശ്വസിച്ച് അത് അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും ഇടയാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിപ്പോൾ സംഭവിക്കട്ടെ. ആ സ്വാതന്ത്ര്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മക്കളിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഇത് 10 മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒന്നിച്ച് കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സിനിബ്രദറെ, അനേക ടെലിഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പലരും വിളിക്കുമ്പോൾ പറയുന്നത് അവരെ വിളിച്ചാൽ ലഭിക്കുന്നില്ല. ഇന്ന് 2 പുതിയ നമ്പറുകൾ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ 12ഓളം നമ്പർ നമ്മളിപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൽ എഴുതിയിടാനുള്ള സ്ഥലത്തിൻ്റെ പരിമിതിയും കൂടെ ഉണ്ട്. എന്തായാലും അത് താങ്കൾക്ക് ലഭ്യമാകും. ഇന്ന് മുതൽ അത് ലഭ്യമാണ്. ഒരു ടെലിഫോൺ എടുക്കട്ടെ. ഹലോ പ്രശ്നം ബ്രദർ, എന്റെ മോൻ ഇന്നലെ പനിയായിട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നേ. അന്നേരം അവന് തലച്ചോറിന് പഴുപ്പായിട്ട് നേരത്തെ വന്നതായിരുന്നു. ഇപ്പം ഇന്നലെ സീരിയസ് ആയി കൊണ്ടുവന്നപ്പം ഡോക്ടർമാര് പെട്ടെന്ന് പറഞ്ഞ 6 മണിക്കൂർ സമയം പറഞ്ഞത് കൂടുതലായിരുന്നു. അതൊന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നേ? ESI ഹോസ്പിറ്റലിൽ. ESI ഹോസ്പിറ്റലിൽ ഏത് സ്ഥലത്തുനിന്ന്? ഹലോ, ഏത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നേ? മെഡിക്കൽ കോളേജ് ESI ഇല്ലേ, കോട്ടയം പിള്ളാറ്. ESI ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന ആളുടെ പേരോടൊന്ന് പറയാമോ? എന്തോ? എന്റെ പേര് അനു. അനു. ഓക്കെ. അനുവിന്റെ മകനാണോ ഇത്? മോനാ, റോണറ്റ്, 1 വയസ്സ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. അനു, 6 മണിക്കൂർ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുമ്പോൾ ദീർഘായുസായി യേശു പറയുന്നത്. ദീർഘായുസിന് വേണ്ടിയാ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊന്നിച്ച് കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന 6 മണിക്കൂർ എന്ന സ്ഥിതിയെ ഞങ്ങൾ മാറ്റുന്നു. പകരം യേശുവിന്റെ നാമത്തിൽ ദീർഘായുസിനെ ഞങ്ങൾ ആ കുഞ്ഞിൽ കൊണ്ടുവരുന്നു. ആ പഴുപ്പ്, ആ തലച്ചോറിലെ പ്രയാസം പൂർണ്ണമായി യേശുവിൻ
നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. ഇതുപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു രാജ്യത്ത് വിഷമിക്കുന്നെങ്കിൽ കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ ആ കുഞ്ഞിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. നവജാത ശിശുക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ബാലിക ബാലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിലൂടെ മറ്റുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ ദയ, അങ്ങയുടെ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ യേശുവിന്റെ ജീവന് ഞങ്ങൾ അവരിൽ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഈ റോണറ്റ് ദീർഘായുസ്സും ആരോഗ്യത്തോടും കൂടെ ജീവിച്ച് യേശുവിന്റെ മഹത്വം അവരിലൂടെ കർത്താവ് വെളിപ്പെടുത്തും. ഇന്ന് 10 മുതൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ അവധിയെടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രത്യേകത അപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അവരുടെ കർത്താവ് കൊടുക്കുന്ന വിടുതലുകളാകട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലുള്ള ആവശ്യങ്ങളാകട്ടെ, അത് തുറന്നറിയിക്കുവാൻ മാത്രമല്ല ദൈവവചനത്തിന്റെ ആഴമേറിയ പാഠങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകും. ശ്രേഷ്ഠമായ ഒരു എക്സൈറ്റിംഗ് സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പകൽ വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. വിവിധ കോഴ്സുകളുടെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ പഠിക്കുന്ന അനേക വിദ്യാർത്ഥിനികളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ബിനു ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ സ്തോത്രം. നല്ല സമയത്ത് വീണ്ടും സ്തുതിക്കുന്നു. അപ്പ എക്സാമിനായിരിക്കും ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ എക്സലൻസ് കർത്താവ് അവരുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ കർത്താവ് കറക്റ്റ് എക്സാം സമയത്ത് എല്ലാം ഓർക്കുവാൻ തക്കണം. പരിശുദ്ധാത്മാവരുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉന്നതമായ വിജയം ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പന്തളത്ത് നിന്ന് മറിയാമ്മ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ഭയങ്കര ചുമയും പനിയും, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഷെയർലി വന്നിട്ട് ആലുവായെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കിഡ്നി സ്റ്റോണിനെ ഭാരപ്പെടുന്നു. മകന്റെ വിവാഹം നടക്കണം, ബിസിനസ്സിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകണം, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ബിന്ദു വയനാട് എന്ന് അറിയിച്ചിരിക്കുന്നു. 20 വർഷമായി സൈനസൈറ്റിസിന്റെ അസുഖത ഭാരപ്പെടുന്നു. കണ്ണിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ നേരത്തേക്ക് കാഴ്ച പോലും കിട്ടുന്നില്ല. കൂടാതെ കടഭാരമുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നിന്ന് ലളിത അറിയിച്ചിരിക്കുന്നത് അവരുടെ കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റിന് ക്യാൻസറാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ശാരീരിക രോഗങ്ങളാൽ ആന്റി ഭാരപ്പെടുന്നു. സിസ്റ്ററിന്റെ മകൾക്ക് പഠനം അനുഗ്രഹിക്കപ്പെടണം, അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നിരടത്ത് നിന്ന് ലൗലി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സഹോദരന്റെ കുഞ്ഞിന് ചിക്കൻ പോക്സ് ആണ്, 1 വയസ്സ് പ്രായമുള്ളൂ, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തമ്പി വയനാട് എന്ന് അറിയിക്കുന്നു. ക്രിയാറ്റിൻ കൂടുതലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ക്ലെമന്റ് അറിയിച്ചിരിക്കുന്ന മകന് ജോലി ലഭിക്കണം, 1 വയസ്സായ കുഞ്ഞിന് പലവിധമായ അസുഖങ്ങൾ, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പന്തളത്ത് നിന്ന് മോനി വിളിച്ചു പറഞ്ഞിരിക്കും മകളുടെ കുഞ്ഞിന് ചെറിയൊരു സർജറി ഉണ്ട്, 39 ദിവസമേ പ്രായമുള്ളൂ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടിയാണ്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രീതി ട്രിവാൻഡ്രം അറിയിക്കുന്നു. ഹസ്ബൻഡ് തങ്കപ്പന് BP താഴ്ന്നു പോയി, കൂടാതെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നു, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പാൽക്കാൽ അനേക ജീവിതങ്ങൾ അവരുടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകം ആ പ്രയാസം അനുഭവിക്കുന്ന ജീവിതങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഏത് മേഖലയിലായിരുന്നാലും കർത്താവിൻ്റെ തികഞ്ഞ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ തക്കണം ആ ജീവിതങ്ങൾ ഒരുങ്ങണം. കർത്താവിനെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആ ദൈവ സാന്നിധ്യത്തെ നമുക്ക് ചോദിക്കാം. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഒരുങ്ങിയിരുന്നാട്ട് യേശുവിൻ്റെ ആ വിടുതൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങൾ അനുഭവിപ്പാൻ തക്കൊണ്ട് ഇടയാവും. തങ്കച്ചാൻ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ. സ്വർഗ്ഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഇവിടെ വായിച്ച ഓരോ വിഷയങ്ങൾക്കും വേണ്ടി കർത്താവേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവേ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെയും കർത്താവേ അവരുടെ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അവിടുത്തെ വിടുതൽ അനുഗ്രഹിക്കണം. കർത്താവേ എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ അനേകം പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഇന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ആരാധനയിൽ നയിക്കുന്ന ലിനുവിന്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നത് ഉചിത. ആരാധന നയിക്കുന്ന തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ചെന്നപ്പോൾ ഓരോരുത്തരും ആൻറ്റിമാരെ സാക്ഷ്യം പറയുന്നപ്പോൾ പ്രത്യേകിച്ച് പറയാം, മോനൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ എന്തോ ഒരു കാര്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും ആ സമയത്ത് പോലും എഴുന്നേറ്റിട്ടില്ല. ആ കുഞ്ഞുങ്ങളും അതുപോലെക്കാൾ ശ്രേഷ്ഠമായി ദൈവം ഈ കുഞ്ഞുങ്ങളെ എല്ലാവരും ഈ തലമുറയെ കർത്താവിന് വേണ്ടിയുള്ളതാ. അത് അവകാശം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ബർത്ത്ഡേസ് ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉണ്ട്, വെഡിങ് ആനിവേഴ്സറീസ് ഉണ്ട്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ ഇത് കർത്താവ് നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോനെ ജിനു ആ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നു. ജിനുവിന്റെ ബ്രദറാണ് നമ്മുടെ കൂടെ കീബോർഡിൽ ഉള്ള ലിവിൻ.
ബർത്ത്ഡേ ഉള്ളപ്പോൾ തന്നെ സിജി മാത്യുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. വട്ടിയൂർക്കാവ് സുമ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് 6ാമത്തെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എടത്തുവാന്ന് പ്രിയ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവരുടെ 24ാമത്തെ ബർത്ത്ഡേ ആണ്. എലിസബത്തിനും അതിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അക്സ സാറ സാം കായംകുളത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന ബർത്ത്ഡേ ആണ്. ബിബാൻ മാത്യു ട്രിവാൻഡ്രത്ത് അറിയിച്ചിരിക്കുന്ന ബർത്ത്ഡേ ആണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല സാമ്പ്രദായം ഇന്ന് അനേകർ വീട് പണി തുടങ്ങുന്നു, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചിലർ പുതിയ വീട് വാങ്ങിക്കാൻ പോകുന്നു, ചിലർ നല്ല പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. എല്ലാവർക്കും വേണ്ടിയാ നമ്മൾ ഈ കേക്ക് ഈ മോൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ മുറിച്ചിരിക്കുന്നത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പം ഇത് പ്രയർ കഴിഞ്ഞാൽ ഉടനെ ഒരു പുരയുടെ കല്ലിടാനായിട്ട് ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കോട്ടയത്ത് തന്നെയാണ്, സമീപമായതുകൊണ്ട് നമുക്ക് ചേർന്ന് പോയി പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് വെഡിങ് ആനിവേഴ്സറീസ്, ബർത്ത്ഡേസ് ഉള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ക്ഷേമവും ബലവും അവിടുന്ന് ഓരോരുത്തർക്കും നൽകണം. ദൈവിക വാഗ്ദത്തങ്ങൾ അവരിൽ നിറവേറട്ടെ. വിശിഷ്യ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് അവിടുന്ന് ഓരോരുത്തരെയും നിറച്ചാട്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിൽ നീ ഞങ്ങളോട് പറഞ്ഞു, അവിടുന്ന് ഞങ്ങളുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്. ലോർഡ്, we commit everyone who has a birthday or a wedding anniversary today in your hands, Lord. I pray that the heaven above their heads be open, that your people, that your children will walk in victory at all times of their lives, Father God. Surround them, Lord. Surround each of them, Lord, in your glory. യെസ് ഫാദർ, കർത്താവിൻ്റെ മഹത്വത്തിൽ അവിടുന്ന് അവരെ കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വീടുകൾ വാങ്ങുന്നവർക്കായി, വീടുകളിലേക്ക് കയറി താമസം നടത്തുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. അതോടൊപ്പം തന്നെ പുരയുടെ പണി തുടങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പാൽക്കാലം പുതിയ ഭവനങ്ങളിൽ വാങ്ങിക്കുന്നവരുണ്ട്, പുതിയ ഭവനം അതിലെ പണി തുടങ്ങുന്നവരുണ്ട്, കർത്താവെ കയറി താമസിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തോടൊപ്പം കർത്താവ് അത് തുടങ്ങുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് കർത്താവെ, അതിനുവേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി അവർക്കുണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു നൽകുന്ന സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. അതുപോലെ പുതുപ്പള്ളിയിൽ നിന്ന് ജോയി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഹെരണ്യയുടെ രോഗമുണ്ട്, അതിന്റെ ഓപ്പറേഷൻ ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മേഴ്സി അഞ്ചൽ എന്നറിയിക്കുന്നു, ബ്രസ്റ്റ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു, 2 കീമോ കഴിഞ്ഞു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളിയിൽ നിന്ന് മേരിക്കുട്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് തൈറോയിഡുണ്ട്, കാഴ്ചക്കുറവുണ്ട്, യൂട്രസിനൊരു മുഴയുണ്ട്, അതുപോലെ ഇതിന്റെ ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകൾ നോർമൽ ആകാൻ വേണ്ടി, അതുപോലെ മോന് ജോലി വയ്ക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മാത്യു കോലഞ്ചേരി അറിയിച്ചിരിക്കുന്നു, ക്യാൻസർ പേഷ്യന്റ് ആണ്, പ്രാർത്ഥിച്ച് കുറച്ച് കുറവുണ്ട്, കൂടുതൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വൈഫിന് മുട്ടുവേദന, സിസ്റ്ററിന്റെ ബോൺ ക്യാൻസർ ആണ്, സീരിയസ് ആണ്, മകന് MRF ജോലി സ്ഥിരമായി ജോലി ലഭിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ വിഷയങ്ങൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കുടുംബാംഗങ്ങളെ, ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ ടെലിഫോൺ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുക, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വിഷയങ്ങളെല്ലാം കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും മേലും കർത്താവിന്റെ കരം കൂടെ ഇരിക്കണേ. കർത്താവ്, ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ടല്ലോ കർത്താവേ, മറ്റ് വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ജോലി ലഭിക്കേണ്ടവരുണ്ട് കർത്താവേ, കടഭാരമുള്ളവരുണ്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പേര് പ്രാർത്ഥനാ വിഷയം സ്ക്രീനിൽ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് സൗദിയിൽ നിന്ന് LC വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇഖാമ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒമാനിൽ നിന്ന് ആനി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പിതാവിന് നെഞ്ചുവേദനയാണ്, പ്രാർത്ഥിക്കണം. ഗുജറാത്തിൽ നിന്ന് കുഞ്ഞുമോൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, ജോലി പ്രവേശിക്കണം. ബാംഗ്ലൂരിൽ നിന്ന് ലീലാമ്മ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്വാസം മുട്ടൽ, പനി, ചുമ, അത് മാറണം. നാഗർകോവിൽ നിന്ന് ജെസ്സി വിളിച്ച് പറഞ്ഞത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അത് മാറണം, സമാധാനമുണ്ടാണ്. സൗദിയിൽ നിന്ന് സാബു വിളിച്ചു വരുന്നത് ശാരീരികമായ പ്രശ്നങ്ങൾ, ജോലി, അനേകം വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. രാവും പകലും നടക്കുന്ന ഇതുപോലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയിരുന്നില്ല. ഞാൻ നമുക്ക് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ആ സ്ഥലത്തിന് വിഷയത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥന ഇത് വേഗത്തിൽ വാങ്ങിക്കുക. ദൈവം നമ്മളെ സഹായിക്കാനെ പ്രാർത്ഥിക്കും. ആ കരങ്ങൾ ദൈവസ്ഥനെ നീട്ടിയാട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഈ പ്രേംകേലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിളിച്ച് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ
ആയിരിക്കുന്ന സ്ഥലത്ത് ജോലി മേഖലകൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ വിടുതലും പ്രവൃത്തിയും അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. മകന്റെയും കുടുംബത്തിന്റെയും അനുഗ്രഹത്തിനായിട്ട് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ മിസ്റ്റർ തോമസ് കോശി അവരുകൾ ട്രാൻഡത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. മകളും കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. മകളുടെ യൂട്രസിൽ മുഴ ഭാരപ്പെടുന്നു, അത് പൂർണ്ണമായി മാറേണ്ടതിന് പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മക്കളുടെ പഠനത്തിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന തോമസ് കോശുകാരൻ്റെയും ആൻറ്റിയുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ടീം 300 ഭാഗമായിട്ട് ഒന്നിച്ച് ആ തുക തരാനായിട്ട് ഇല്ല. പക്ഷെ ദൈവം ഞങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് കുറച്ചായിട്ട് അത് തരുന്ന ആ സ്വപ്നം നിറവേറി കാണുവാൻ ഇന്ത്യയിൽ 24 മണിക്കൂറും 365 ദിവസവും പ്രാർത്ഥനയും ആരാധനയും നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകേണ്ടതിന് അതിൽ പങ്കാളിയാകുവാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്കും അതിന് പൂർണ്ണ സ്വാതന്ത്ര്യവും അവസരവും ഉണ്ട്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും 10 മുതൽ കാണാം. 2 കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ജോലി സംബന്ധമായി വിഷമിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഴച്ചിലുകൾ മാറട്ടെ. നല്ല വിശാലമായ വാതിലുകൾ യേശുവേ അവിടുന്ന് അവർക്കായി തുറന്നു കൊടുക്കും. അത്ഭുത വഴികൾ തുറന്നു കൊടുക്കും. വിസിറ്റ് വിസയിലും മറ്റുമായിട്ട് മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ട് അവർക്ക് അത് ജോലി ലഭിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, ഐ പ്രേ ഫോർ എവ്രിവൺ ഹു ഈസ് ഹണ്ടിങ് ഫോർ എ ജോബ് ആൻഡ് ഐ പ്രേ ദാറ്റ് ലോർഡ് യുവർ പ്രസൻസ് വിൽ ബി ഓവർ ദെയർ ലൈഫ്സ് ലോർഡ് ആൻഡ് യു വിൽ എസ്റ്റാബ്ലിഷ് ദെയർ ഫീറ്റ് ഫാദർ. ഓപ്പൺ ന്യൂ ഡോർസ് ഫോർ ദം ഫാദർ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പാതകളെ അവിടുന്ന് നേരെയാക്കും, ഉറപ്പിക്കും. അവിടുന്ന് അത്ഭുത വഴികൾ അവിടുന്ന് അവർക്കായി തുറന്നു കൊടുക്കും. ഈ മക്കൾ അനുഗ്രഹീതരായി തീരട്ടെ. യാത്ര സംബന്ധമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കേണ്ടതിന് ജീവിക്കേണ്ടതിന് അനുബന്ധമായ ഡോക്യുമെന്റ്സ് ക്ലിയർ ആകാതെ വിഷമിക്കുന്നവരുണ്ട്. വിസ ക്ലിയർ ആകാതെ വളരെയധികം പണം ഏജൻസ് എടുക്കുന്ന സ്ഥിതിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. IELTS-ൻ്റെയോ മറ്റു എക്സാംസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ അവിടുത്തെ മുഖം അവരുടെ മേൽ പ്രകാശിച്ച് യേശുവിൻ്റെ നന്മ നിമിത്തം അവർ ഉയർന്ന മേഖലയിലേക്ക് എത്തിച്ചേരേണ്ടതിന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഓരോ കുടുംബം, ഓരോ ഭാര്യ, ഓരോ ഭർത്താവ് അനുഗ്രഹീതരായി തീരട്ടെ. ദൈവകൃപയാൽ അവരെ നിറയ്ക്കണമേ. ക്ലേശങ്ങളുടെ മീതെ, ഉലച്ചിലുകൾക്ക് മീതെ യേശുവിന്റെ നാമനിമിത്തം ദൈവ നന്മ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടും ഇന്നും നാളെയും മറ്റന്നാളും 10 മുതൽ ഇതേ ചാനലിൽ നമുക്ക് ഒന്നിച്ച് വീണ്ടും ഉപവാസ പ്രാർത്ഥനയിലാകാം. നാളെ പ്രഭാതത്തിൽ പ്രൈം കേരളയിൽ നമ്മൾ കാണുന്നത് വരെയും കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. നവംബർ 14, 15 തീയതികളിൽ ഹൂസ്റ്റണിൽ പ്രൈം കേരളയുടെ ഒരു സമ്മേളനം നടക്കുന്നു. അതിലേക്കും ആ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോരുത്തരോട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ബ്ലസ് ദം ആൻഡ് പ്രോസ്പർ ദം ആൻഡ് ഓണർ ദം. അവിടുന്ന് അവരെ അനുഗ്രഹിച്ച് വികസിപ്പിച്ച് വഴി നടത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് യാത്രയിൽ ചേർന്ന് എന്നേശുവേ